ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാസിക്കിലെ TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് BPO യൂണിറ്റിൽ നടന്ന കാര്യങ്ങളെയൊക്കെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ ഇപ്പോഴാണ് സാധനം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവപ്പെട്ട കുടുംബത്തിലുള്ള 18 തൊട്ട് 25 വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്നു, സെക്ഷലി ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നാഷണൽ വൈഡ് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. ഇതിന്റെ പേരിൽ ഒരു 8-9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു, നിതാഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവളിപ്പോൾ ഒളിവിലാണ്. ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ BPL ഓൾമോസ്റ്റ് 120+ മെമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാണ്, വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. ഈ സംഭവം ഇത്രയും ഒരു പ്രശ്നമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അറസ്റ്റ് ചെയ്തേക്കുന്ന ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടതാണ്. അവരുടെ മതത്തിലോട്ടാണ് ഇവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരെ കൊണ്ട് ബീഫ് തീറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. ഈ ബീഫ് തീറ്റി എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. എവിടെ ഇങ്ങനെയുള്ള കൺവേർഷൻ്റെ ഒരു വാർത്ത വരുന്നു, അവിടെ ബീഫ് തീറ്റി കമ്പൽസറി ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഈ ഒരു സംഭവം ഇത് എങ്ങനെയാണ് ഈ ഒരു വാർത്ത പുറം ലോകം അറിഞ്ഞത്, പോലീസ് എങ്ങനെയാണ് ഇത് സംഭവം പുറത്തോട്ട് കൊണ്ടുവന്നത്, അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ എങ്ങനെയായിരുന്നു, ഇവർ ഈ കുട്ടികളെ ഇതിനകത്തോട്ട് ഈ ഒരു ട്രാപ്പിൽ പെടുത്തിയത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു ചെറിയ കഥ പോലെ പറയാം. ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് ഓഫീസാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും അങ്ങോട്ട് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്. നമ്മുടെ കരിയർ വളർത്താം, ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവും. ചെറിയ കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ വലിയ ഡ്രീംസ് ആയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എന്നാൽ നാസിക്കിലെ ടാറ്റ BPO യൂണിറ്റിൽ നടന്ന കാര്യങ്ങൾ അത്യാവശ്യം ഗൗരവമേറിയതാണ്, ഞെട്ടിക്കുന്നതാണ്. ഒരു കമ്പനിയിലും അങ്ങനെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022-ലാണ്. ഏതാണ്ട് 4 കൊല്ലത്തോളം ഈ ഒരു ചൂഷണം നടക്കുന്നുണ്ട്. ഈ ഒരു കേസ് പുറത്തോട്ട് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാസിക്കിലെ BPO യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി അവിടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു. ആദ്യം അത് നോർമൽ ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് അത്ര നോർമൽ അല്ലാത്ത പോലെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അത് തോന്നുകയാണ്. 2026 ആയ സമയത്താണ് ഈ മാറ്റങ്ങൾ ഈ പെൺകുട്ടിയിൽ ഇവരുടെ പേരൻസ് കാണുന്നത്. അവിടെ പെരുമാറ്റത്തിൽ മാറുന്നു, അവിടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുന്നു, അവിടെ മെന്റൽ സ്റ്റേറ്റ് പോലും ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനിലോട്ട് പോവുകയാണ്. അപ്പൊ ഈ പേരൻസിന് ഒരു ഡൗട്ട് തോന്നുകയാണ്, തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്, എന്തോ ഒരു അസ്വാഭാവികത ഈ ഒരു കാര്യത്തിൽ അവർ തോന്നുകയും അങ്ങനെയാണ് ഈ പേരൻസ് പോലീസിനെ സമീപിക്കുന്നത്. അവിടുന്നാണ് ഇത്രയും വലിയൊരു കേസിന്റെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ടാണ് പിന്നെ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്സുകൾ വെച്ചിട്ട് ഈ പോലീസ് ഈ ഒരു കേസിനെ വേറൊരു തലത്തിലാണ് ഹാൻഡിൽ ചെയ്തത്. പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു റെയ്ഡോ ഒന്നും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് അവർ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തില്ല. അതിനകത്തൊക്കെ ഒരു അസ്വാഭാവികത കാണുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഈ സ്റ്റോറി പറഞ്ഞു കഴിയട്ടെ. പോലീസ് അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണ്. വുമൺ പോലീസ് ഓഫീസേഴ്സ് അടക്കമുള്ള കുറച്ച് ഓഫീസേഴ്സിനെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് ഈ ഓഫീസിലോട്ട് പ്രവേശിക്കുകയാണ്. 1-2 ദിവസമല്ല, ഓൾമോസ്റ്റ് 1 മാസത്തിലധികം ഇവരവിടെ ജോലി ചെയ്യുന്നു, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. സീനിയർ സ്റ്റാഫിന്റെ ബിഹേവിയർ, സ്ത്രീകളായിട്ടുള്ള എംപ്ലോയീസിനെ ഇവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇവരുടെ വർക്ക് പ്ലേസ് കൾച്ചർ എങ്ങനെയാണ്, പല കാര്യങ്ങളും ഇവർ നോട്ട് ചെയ്യുന്നു. അവർക്ക് അന്നേരം പലതരത്തിലുള്ള ഒരു ഡിസ്റ്റർബിങ് പാറ്റേൺസ് ഇവരുടെ പെരുമാറ്റത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനിടെ ഈ മാർച്ച് 26-ന് ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് ചെയ്യുകയാണ്. അവിടുന്ന് എഗെയിൻ ഈ ഒരു കേസിന്റെ ഡയറക്ഷൻ മാറുകയാണ്. ഡാനി ഷെയ്ഖ് എന്ന് പറയുന്ന TCS BPOയിലെ ഒരു എംപ്ലോയിന്റെ പേരിലാണ് ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തത്. ഇവൻ ഓൾറെഡി മാരീഡ് ആണ്. അത് മറച്ചു വെച്ച് ഒരു വിവാഹ വാഗ്ദാനം നൽകി ഇവളെ പ്രപ്പോസ് ചെയ്ത് അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലാവുന്നു. എന്നിട്ട് അവളെ ചൂഷണം ചെയ്യുന്നു. നമ്മുടെ നിയമത്തിൽ അറിയാലോ, വിവാഹ വാഗ്ദാനം നൽകി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ പോലും അതൊരു റേപ്പ് കേസായിട്ട് കണക്കാക്കുന്നതാണ് നമ്മുടെ നിയമം. സോ അതുകൊണ്ട് ഇതൊരു സീരിയസ് അലിഗേഷൻ ആയിട്ട് പോലീസ് എടുക്കും. ഇവള് പറഞ്ഞ ഈ ഒരു കേസിനകത്ത് ഇത് മാത്രമല്ല, വേറൊരു ലെയറും കൂടി ഉണ്ടായിരുന്നു. സാധാരണ ഒരു വിവാഹ വാഗ്ദാനം നൽകി പരിപാടി നടത്തുന്ന ഒരു കാര്യം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. റിലീജിയസ് പ്രഷറും യവൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പോലീസ് ഉടൻ തന്നെ ആക്ഷൻ എടുക്കുന്നു. ഡാനി ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് പിന്നീട് വേറൊരു വ്യക്തിയിലോട്ടാണ് പോകുന്നത്. ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള തൗസിഫ് അട്ടർ. ഇവന്റെ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് കുറേ കൂടെ ഡീറ്റെയിൽസ് കിട്ടുന്നു. കുറെ ഫോട്ടോസ്, ചാറ്റുകൾ, അങ്ങനെ കുറെ കണക്ഷൻസ്. ആ ഫോണിൽ നിന്ന് കിട്ടിയ ഫോട്ടോസിൽ ഒരു ഹിന്ദു എംപ്ലോയിയെ മുസ്ലിം അറ്റയറിൽ നിർത്തിയിരിക്കുന്ന ഫോട്ടോസ് അടക്കമുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴാണ് സംശയങ്ങൾ തോന്നുന്നത്. അങ്ങനെ യവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം കൂടുതൽ വിക്ടിംസ് മുന്നോട്ട് വരികയാണ്. ആദ്യം ഒരു FIR ആയിരുന്നു ഇട്ടിരുന്നത്, പിന്നീട് അത് 3 പിന്നീട് അത് 9. ഈ പരാതിയുമായിട്ട് വരുന്ന വിക്ടിംസിന്റെ ഏജ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും 18 തൊട്ട് 25 വയസ്സ് വരെ. ഇവരെല്ലാം കുറെ സിമിലർ പാറ്റേൺസ് ഇവർ കണ്ടെത്താൻ പറ്റി. അങ്ങനെ കുറെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഒന്ന് നേരത്തെ പറഞ്ഞ ടീം ലീഡ്,
ടൗസി ഫട്ടർ, അത് കഴിഞ്ഞ് നിദാ ഖാൻ എന്ന് പറയുന്ന HR മാനേജർ ആൻഡ് പോഷ് കമ്മിറ്റി മെമ്പർ. അവരിലോട്ട് നമുക്ക് പിന്നീട് വരാം. അവർ ഇതിനകത്തൊരു ക്രൂഷ്യൽ റോള് വഹിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ ഇതിനകത്തോട്ട് തള്ളിയിടുന്നതിൽ ഇവരുടെ ഒരു പങ്ക് വലുതാണ്, അത് പറയാം. പിന്നെ ആദ്യത്തെ ഈ അലിഗേഷൻ, റേപ്പ് അലിഗേഷൻ വന്ന ഡാനിഷ് ഷെയ്ഖ്, പിന്നീട് ആസിഫ് അൻസാരി, ഷാഫി ഷെഫീഖ്, ഷാരൂഖ് ഖുറേഷി, റാസ മേമോൻ, ഈ പറഞ്ഞതെല്ലാം അവിടുത്തെ എംപ്ലോയീസ് ആണ്. കൂടെ സീനിയർ മാനേജർ ആയിട്ടുള്ള അശ്വനി ചൈനാനി. ഈ നിദാ ഖാനൊക്കെ ഒളിവിലാണ്. ഇവൾ ഇതുവരെ എവിടാണെന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ നിന്നാണ് ഇതൊരു സിമ്പിൾ ഹറാസ്മെന്റ് അല്ല, കമ്പനികളിൽ നടക്കുന്ന വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള തട്ടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇതിന് വേറൊരു തലം കൂടി ഉണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തോട്ട് വരാൻ തുടങ്ങുകയും ചെയ്തു. ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടികൾ തമ്മിൽ കുറെ സാമ്യതകളുണ്ട്. ഇതിനകത്തൊരു പാറ്റേൺ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. പുതുതായിട്ട് വരുന്ന ഫീമെയിൽ എംപ്ലോയീസ്, അതും ചെറിയ ചെറിയ ടൗണുകളിൽ നിന്ന് വരുന്നവരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, അതും ഹിന്ദുക്കളെ. ഇതാണ് ആ ഒരു പാറ്റേൺ. പിന്നെ നേരത്തെ പറഞ്ഞ ഏജ് 18 to 25. HR ആയിട്ടുള്ള ഈ നിദാ ഖാന്റെ റോൾ എന്താണെന്ന് ഇനി പറയാം. ഈ വൾണറബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇവരാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കാര്യം ഇവർക്ക് അതിനുള്ള ഒരു പവറും കാര്യങ്ങളോടെ ഉണ്ടല്ലോ. എന്നിട്ട് ഇവരാണ് പല സാഹചര്യങ്ങളോടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ബാക്കിയുള്ള ഇപ്പൊ ഈ അറസ്റ്റിലായ അവന്മാരുമായിട്ട് മിങ്കിൾ ആവാനുള്ള സാഹചര്യം ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും പർപ്പസ്ഫുള്ളി. ഈ ടൗസി ഫട്ടർ എന്ന് പറയുന്ന ടീം ലീഡ് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ് ഇവരുമായിട്ട് പേഴ്സണലി നല്ല രീതിയിൽ ക്ലോസ് ആവുന്നു, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ഇവൻ ലീഡാണല്ലോ, ഓഫീസ് ടൈം കഴിഞ്ഞും ഇവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് ലക്ഷറി റിസോർട്ടിലോട്ട് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇത്തരത്തിൽ കുറെ പരിപാടികൾ നടത്തി ഇവരുമായിട്ട് അടുക്കുകയാണ്, ബാക്കിയുള്ളവർക്കും അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അറിയാം, IT മേഖലയാണ്, ഞാൻ അധികം അങ്ങോട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കിട്ടുന്ന സമയത്ത് ഒരു പേഴ്സണൽ ബൗണ്ടറീസ് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പലരും റിലേഷൻഷിപ്പിലാവും, പല രീതിയിലും ആ ഒരു റിലേഷൻഷിപ്പ് വളരും. നേരത്തെ പറഞ്ഞ ഈ ഡാനിഷ് ഷെയ്ഖ് ഒക്കെ അങ്ങനെ റിലേഷൻഷിപ്പിലായവരാണ്. അവൻ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, അത് മറച്ചു വെച്ചിട്ട് ഇവരെ കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിൽ പ്രൊപ്പോസ് ചെയ്ത് സെക്ഷലി യൂസ് ചെയ്യുന്നു. ഈ വിക്ടിമായിട്ടുള്ള പെൺകുട്ടികൾ എന്താണ് കരുതുന്നത്, ഇവൻ റിയൽ ആണ്, ഊംഫിച്ചിട്ട് പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഈ റിലേഷൻഷിപ്പിലോട്ട് വന്ന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കൺട്രോളിംഗ് ഫേസ് ആണ്. ഈ അലിഗേഷൻസ് പ്രകാരം എന്തൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നറിയാവോ? ഒന്ന്, ഈ റിലീജിയസ് പ്രാക്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവരുടെ മതത്തിലുള്ള പല കാര്യങ്ങൾ ഇവരുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമാസ് ചെയ്യിപ്പിക്കുന്നു, ഇവരുടെ അറ്റയർ ചേഞ്ച് ചെയ്യുന്നു, അവര് വിശ്വസിക്കുന്ന ദൈവത്തെ അടിച്ചാക്ഷേപിക്കുന്നു, കളിയാക്കുന്നു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആർക്കാണെങ്കിലും ഒരു സൈക്കോളജിക്കൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് എന്താണ് സംഭവം നടക്കുന്നത്, ഇതൊട്ടും നോർമൽ അല്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്തോട്ട് പോകാൻ ശ്രമിച്ചാൽ പോലും ഓൾറെഡി ഇവർ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പല രീതിയിലും പല കാര്യങ്ങളും ഫോണിലൊക്കെ ഉണ്ടാവും, ഫോട്ടോസും വീഡിയോസും അടക്കം. അങ്ങനെ ചില കേസസിൽ ബ്ലാക്ക് മെയിലിംഗ് വരെ നടന്നിട്ടുണ്ട് ഈ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഒന്നും പിന്നെ പുറത്തോട്ട് പോകില്ല, ഇവരുടെ ചൊൽപ്പടിക്ക് അവർ നിൽക്കും, ഇവർ സൈലന്റ് ആവും. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ടാർഗറ്റ്, ട്രസ്റ്റ്, കൺട്രോൾ, സൈലൻസ്, ഈ രീതിയിൽ ഈ സൈക്കിൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. പുതിയ എംപ്ലോയീസ് വരുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ അഗെയിൻ റിപ്പീറ്റ്. ഇതിനിടെ ഈ വിക്ടിംസിന് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവർ കംപ്ലൈന്റ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70ഓളം മെയിൽസ് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ കാരണം, അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HR ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന നിദാ ഖാനാണ്. എവളാണ് ആ നിദാ ഖാൻ, ഒളിവില്ല. ഇവള് പോഷ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. എല്ലാ കമ്പനികളിലും ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവും, വർക്ക് പ്ലേസിൽ നടക്കുന്ന ഹരാസ്മെന്റിനൊക്കെ എതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അങ്ങനെയുള്ള ആ ഒരു കമ്മിറ്റി മെമ്പറാണ് ഇവള്. അപ്പം ഇങ്ങനെ ഒരു ഹരാസ്മെന്റ് വരുന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട കമ്മിറ്റിയിലാണ് ഇവള് കയറി ഇരിക്കുന്നത്. ഇവൾ അവിടെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വരുന്ന കംപ്ലൈന്റ്സ് എല്ലാം ബ്ലോക്ക് ചെയ്യുകയാണ്, മുകളിലോട്ട് ഫോർവേഡ് ആവാൻ സമ്മതിക്കില്ല. ഇവളാണ് അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറെ ഡയറക്ഷനിലോട്ട് വിടും. മാനിപ്പുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതെല്ലാ IT കമ്പനികളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്, അപ്പം നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ നശിക്കും, നിങ്ങൾക്ക് പിന്നെ ഈ ജോലിയിൽ നിന്ന് തുടരാൻ പറ്റത്തില്ല, എല്ലാവരും നിങ്ങളെ ടാർഗറ്റ് ചെയ്യും, അപ്പം ഒരു സമാധാനമായിട്ടുള്ളത് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവരെ പിന്നെയും സൈലൻസ് ആക്കും, ഇവരെ ട്രാപ്പിലാക്കും, ഇവരുടെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ വിക്ടിംസ് വിചാരിക്കും ഓക്കെ ഇനി രക്ഷയില്ല, പറയുന്ന പോലെ ചെയ്യാം, മിണ്ടാതിരിക്കാം. ഇതാണ് ഈ ഒരു 4 കൊല്ലം ഈ ഒരു സൈലൻസിന്റെ കാരണം. 2022 തൊട്ട് 2026 വരെ നടന്ന കാര്യങ്ങളാണ്. 2026 മാർച്ചിലായപ്പോഴാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി, അതൊരു സംശയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഇത് വളരെ ഒരു സീരിയസ് ഇഷ്യൂ ആയതിന്റെ പേരിൽ പോലീസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ പേരും കാര്യങ്ങളൊക്കെ. കുറെ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാറ്റ്, ഡിലീറ്റ് ചെയ്ത കുറെ മെസ്സേജസ്, മെയിൽസ്, കോൾ റെക്കോർഡ്സ്, ഇങ്ങനെ കുറെ ഡിജിറ്റൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈ റിക്കവർ ചെയ്തെടുത്ത ചാറ്റിനകത്ത് ഈ വിക്ടിംസിന്റെ പ്രൊഫൈലിനെ പറ്റിയും ഈ ടാർഗറ്റ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. 40ലധികം CCTV ഫൂട്ടേജ് എവിഡൻസ്
ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ CCTV ഫുട്ടേജിനകത്ത് ഒബ്സർവേഷൻസ്, ഇവരോടുള്ള ബിഹേവിയർ എങ്ങനെയാണെന്നുള്ള ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ആ CCTV ഫുട്ടേജിനകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും എവിഡൻസ് കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ പോലീസിന് മനസ്സിലായത് എന്താണ്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആണ്. ആ ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയിലോട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. സ്റ്റിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള തെളിവുകൾ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണെന്ന് പറയാൻ കിട്ടിയിട്ടില്ല. എന്നാലും കുറെ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഈ ചാറ്റ്, വീഡിയോ കോൾസും ഇതിൽ നിന്നാണ് വേറൊരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ്, ഒരു ഫോറിൻ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇമ്രാൻ ഖാൻ ഫ്രം മലേഷ്യ. ഇവന്റെ ഒറിജിനൽ ID എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്സിൽ പറയുന്നത് ഈ എംപ്ലോയീസുമായിട്ട് ഇവൻ പല രീതിയിലും വീഡിയോ കോൾസ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഈ പറയുന്ന നിദാ ഖാൻ, അതുപോലെ തന്നെ ഈ ടൗസിഫ് അട്ടറൊക്കെ ത്രൂ. ഇവൻ ഈ വീഡിയോ കോൾ ത്രൂ ഇവരെടുത്ത് സംസാരിക്കുകയും ഇവർക്ക് വലിയ വലിയ ഓഫേഴ്സ് കൊടുക്കുകയാണ്. എബ്രോഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓഫേഴ്സ് നൽകും, ഒരു ബെറ്റർ ലൈഫ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് കൊടുത്ത് ഇവരെ ഇതിനകത്തോട്ട് വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്താണെങ്കിലും ഇവനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. പോലീസ് ഇപ്പോൾ ഇതിന്റെ IP കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഈ ചാറ്റ്സ് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ലിങ്ക് ഇതിനകത്തുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് അതാണ്. ഇവരുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ട് ഒരുപാട് ഫണ്ട് ഇവരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. കാര്യം ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണെങ്കിൽ ഇതിന്റെ പുറകിൽ വലിയൊരു മണി ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, ഒരു ഹവാല ഇടപാട് ഉണ്ടാവും, ഇവർക്കൊക്കെ ഒരു ഹ്യൂജ് എമൗണ്ടും കിട്ടിയിട്ടുണ്ടാവും, ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തവന്മാരെല്ലാവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എംപ്ലോയീസിനെയും പറഞ്ഞ് വീട്ടിൽ ഇട്ടിട്ടുണ്ട്, വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും പൊളിറ്റിക്കലി ചൂഷണം വേറെ നടക്കും. BJP ലീഡറായിട്ടുള്ള ബണ്ടി സഞ്ജയ് കുമാർ കോർപ്പറേറ്റ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. നമ്മൾ ലവ് ജിഹാദ് കേട്ടിട്ടുണ്ട്, ഇത് കോർപ്പറേറ്റ് ജിഹാദ്. എന്നാൽ ഈ ഡിഫൻസ് ലോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതുള്ള കോർപ്പറേറ്റ് ഓഫീസുകളിൽ പല രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. പ്രണയവും പിന്നെ അതൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതൊക്കെ അത് വേറൊരു രീതിയിൽ വളച്ചൊടിക്കുകയാണ്. ഇതിനകത്തൊരു ജിഹാദ് പരിപാടി ഇല്ല എന്നുള്ളതാണ് ഡിഫൻസ് ഭാഗത്തിന്റെ ഒരു വാദം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുള്ളത്. ആൻഡ് എന്റെ കുറച്ച് സംശയങ്ങൾ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറി ഇതുവരെ മീഡിയാസ് പുറത്ത് വിട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. പല നാഷണൽ മീഡിയാസും പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനകത്ത് കൂടുതലും അലിഗേഷൻസ് ആണ്. ഈ അലിഗേഷൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ എവിഡൻസ് ഒന്നും ഇവർക്ക് അത്രയും അങ്ങോട്ട് കിട്ടിയിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണ് എന്ന് തെളിയിക്കാനുള്ള ഒരു കോർ എവിഡൻസ് ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. ഒരു പാറ്റേൺ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇവരുടെ ഏജ്, പ്രണയം നടിക്കുന്നു, പിന്നെ സെക്ഷലി യൂസ് ചെയ്യുന്നു, പിന്നെ ഈ പറയുന്ന പോലെ മതം ഉള്ളിലോട്ട് ഇൻജെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത് അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സോളിഡ് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി എന്റെ 1-2 ഡൗട്ട്സ് ഞാൻ പറയാം. ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ സീരിയസ് ഇഷ്യൂ ആണ്. സീരിയസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഇഷ്യൂ ആണ്. NIA വന്ന് അന്വേഷിക്കേണ്ട ഇഷ്യൂ ആണ്. രാജ്യത്തിന് ത്രെട്ടായിട്ട് മാറാവുന്ന ഒരു ഇഷ്യൂ ആണ്. എന്നിട്ടും ഈ നാസിക് പോലീസ് വെറും ഒരു SIT മാത്രമാണ് രൂപീകരിച്ചിട്ടുള്ളത്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്നാണ് ഇത്രയും അങ്ങ് അഡ്വാൻസ്ഡ് ആയത്? ഒരു പരാതി കിട്ടുന്ന സമയത്ത് പോലീസ് ഓഫീസേഴ്സിനെ ഹൗസ് കീപ്പേഴ്സ് ആയിട്ടൊക്കെ ഒരു കമ്പനിയിലോട്ട് നുഴഞ്ഞു കയറ്റിക്കുകയാണ്, എന്നിട്ട് തെളിവുകൾ ശേഖരിക്കുകയാണ്. ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതി എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. അറസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാം മുസ്ലിംസ്, പിന്നെ കൂടെ ഒരു ഹിന്ദുവും. ഞാൻ കൂടുതലൊന്നും എന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ നിൽക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയും ക്ലാരിറ്റി കിട്ടാനുണ്ട്, കുറെ കാര്യങ്ങൾ പുറത്തോട്ട് വരാനുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വന്നിട്ട് ഈ കേസ് വല്ല ഫേക്ക് ആണെന്നോ കെട്ടിച്ചമച്ചാണെന്നൊക്കെ രീതിയിലങ്ങനെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നവരാരായി പോകും. അതുകൊണ്ട് കേസിന് ഡീറ്റെയിൽസ് മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. കൂടുതൽ എവിഡൻസ് പുറത്തോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് ആധികാരികമായി സംസാരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഒരു കോർപ്പറേറ്റ് കേരള സ്റ്റോറിക്കുള്ള കഥ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോറിക്ക് ഇനി എങ്ങും അന്വേഷിച്ച് പോകേണ്ട, കേരള സ്റ്റോറി 3 കോർപ്പറേറ്റ് വെർഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കേസ് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ശരി, വേറെ വീട്ടിൽ വരാം.